നമസ്കാരം. നമ്മളിൽ പലർക്കും സുപരിചിതമായ എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തി നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു നാമജപമുണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തിലെ ഏറ്റവും പവിത്രമായ ഈ മന്ത്രത്തിന്റെ ആത്മീയവും ശാസ്ത്രീയവുമായ തലങ്ങളിലേക്കാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത്. വെറുമൊരു മന്ത്രം എന്നതിലുപരി ഇന്നത്തെ കാലത്തെ നമ്മുടെ സ്ട്രെസ്സുകൾക്കും ടെൻഷനുകൾക്കുമുള്ള ഒരു കിടിലൻ പരിഹാരമായി ഇത് മാറുന്നതെങ്ങനെയെന്ന് ഈ വിശകലനത്തിലൂടെ നമുക്ക് നോക്കാം. ശരി, നമുക്ക് തുടങ്ങാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തത നിറയുന്നില്ലേ? ഒരു നിമിഷം കണ്ണുകളടച്ച് ആ ഈശ്വരീയമായ സ്പന്ദനം നമുക്കൊന്ന് ഫീൽ ചെയ്യാം. കേവലം വാക്കുകൾക്കപ്പുറം വലിയൊരു സമാധാനവും സംരക്ഷണവും നൽകുന്നൊരു മഹാമന്ത്രമാണിത്. മന്ത്രത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്കാദ്യം നോക്കാം. മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രാചീന യോഗികൾ ഇതിനെ മനാത്രായത്തെ എന്നാണ് വിളിച്ചത്. അതായത് ഏത് ചിന്തയാണോ നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നത്, അതാണ് മന്ത്രം. ദേവി മാഹാത്മ്യം പറയുന്നത് നോക്കൂ. പരാശക്തി എന്നത് വെറുമൊരു രൂപം മാത്രമല്ല, അതൊരു നാദം കൂടിയാണ്. ഈ ദിവ്യശബ്ദം നമ്മുടെ ഉള്ളിലെ ശക്തിയുമായി ചേരുമ്പോഴാണ് ശരിക്കും നമ്മുടെ മനസ്സുണരുന്നത്. ലളിതമായി പറഞ്ഞാൽ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു അമ്മയെപ്പോലെയാണ് ഈ മന്ത്രം പ്രവർത്തിക്കുന്നത്. ചോറ്റാനിക്കരയിലെ ജഗദംബ. ഈ മന്ത്രത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെല്ലാൻ നാം നേരെ പോകേണ്ടത് എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കാണ്. 1500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രവും ഈ മന്ത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കാട്ടാളനായ കണ്ണപ്പന്റെ കഥയിൽ തുടങ്ങി ആ അത്ഭുത ശില കണ്ടെത്തിയ പുല്ലുവെട്ടുകാരിയിലൂടെ ഒടുവിൽ ആദിശങ്കരാചാര്യർ മൂകാംബിക ചൈതന്യം ഇങ്ങോട്ട് ആവാഹിച്ചു എന്ന ആ ഐതിഹ്യം വരെ. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു ചരിത്രമാണല്ലേ ഇതിനുള്ളത്. ഇക്കാലം അത്രയും ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ഒരു അമ്മയുടെ കരുതൽ നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നോ? ഒരേ ദിവസം തന്നെ ദേവിയുടെ 3 വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് ദർശിക്കാം. രാവിലെ വെള്ളപ്പട്ടുടുത്ത് സരസ്വതിയായി, ഉച്ചയ്ക്ക് ചുവന്ന പട്ടുടുത്ത് ലക്ഷ്മിയായി, വൈകുന്നേരമാകുമ്പോഴേക്കും നീല നിറമണിഞ്ഞ് സാക്ഷാൽ മഹാകാളിയായി. ദേവിയുടെ കാരുണ്യത്തിന്റെ പല തലങ്ങളെയാണിത് കാണിക്കുന്നത്. പക്ഷേ ഈ ശാന്തഭാവങ്ങൾ കാണുന്നതിനു മുൻപ് ഭക്തരാദ്യം പോവുക കീഴ്ക്കാവിലേക്കാണ്. അവിടെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണുള്ളത്. കേൾക്കുമ്പോൾ ഭയം തോന്നാമെങ്കിലും മാരാരോഗങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളുമെല്ലാം അകറ്റാൻ അവിടെ നടക്കുന്ന ആ പ്രസിദ്ധമായ ഗുരുതിപൂജയ്ക്ക് വലിയൊരു കഴിവുണ്ട്. മനസ്സിലെ നെഗറ്റീവ് എനർജിയൊക്കെ കളയാൻ ഇത് വലിയൊരു ആശ്വാസമാണ്. മന്ത്രത്തിന്റെ പൊരുൾ തേടി ചോറ്റാനിക്കര അമ്മയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് ആ മന്ത്രത്തിലേക്ക് തന്നെ തിരികെ വരാം. ലളിതമെന്ന് തോന്നുന്ന ആ 4 വരികളിൽ എന്തൊക്കെ വലിയ അർത്ഥങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ വരി നോക്കൂ. അമ്മേ നാരായണ. ഈ വിളിയിൽ തന്നെയുണ്ട് എല്ലാം. ഒരു കുഞ്ഞിന് സ്വന്തം അമ്മയോടുള്ള ആ ഒരു അടുപ്പമുണ്ടല്ലോ, അത് പ്രപഞ്ചത്തോളം വലുതാകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നാരായണ എന്ന പദം കൂടി ചേരുമ്പോൾ അതൊരു സ്ത്രീ പുരുഷ ഈശ്വര തത്വങ്ങളുടെ അപൂർവ സംഗമമായി മാറുന്നു. അടുത്തതായി നാം ദേവി നാരായണ എന്ന് വിളിക്കുന്നു. ഉപനിഷത്തുകളൊക്കെ പറയുന്നതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ ദേവിയുടെ ഒരു ലീലയാണ്. അതായത് ഒരു വലിയ ഡിവൈൻ പ്ലേ. ആ ഒരു പരമമായ അറിവിനെയാണ്, അജ്ഞാനസ്വരൂപിണിയെയാണ് നാം ഇവിടെ സ്തുതിക്കുന്നത്. പിന്നീട് ലക്ഷ്മി നാരായണ. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഐശ്വര്യമാണ്, അല്ലേ? പക്ഷെ ഇത് വെറുമൊരു ബാഹ്യമായ സമ്പത്ത് മാത്രമല്ല കേട്ടോ. മറിച്ച് നമ്മുടെ ഉള്ളിൽ തെളിയേണ്ട ആത്മീയമായ ഒരു ഉണർവ് കൂടിയാണ്. പുറമേയും ഉള്ളിലും ഒരേപോലെ ഐശ്വര്യം നിറയാനാണ് ഈ പ്രാർത്ഥന. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഭദ്രേ നാരായണ. ഭദ്രകാളി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് പേടി തോന്നിയേക്കാം. പക്ഷേ ഭദ്ര എന്നാൽ എന്താണർത്ഥം? എല്ലാം ഭദ്രമാക്കി സുരക്ഷിതമാക്കി വെക്കുന്നവൾ എന്നാണർത്ഥം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വേട്ടയാടുന്ന എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്ന വലിയൊരു കരുതലാണിത്. മന്ത്രജപത്തിന്റെ ശാസ്ത്രം. ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതുകൊണ്ട് ശരിക്കും എന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അവിടെയാണ് ആധുനിക സയൻസ് വരുന്നത്. ഈ ആചാരത്തിനു പിന്നിലെ അത്ഭുതപ്പെടുത്തുന്ന ന്യൂറോ സയൻസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്രാചീന യോഗികൾ നാദയോഗം എന്ന് വിളിച്ച ആ ഒരു സിദ്ധാന്തമുണ്ടല്ലോ, അത് ആധുനിക സയൻസ് ഇന്ന് 100% അംഗീകരിക്കുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഈ ശബ്ദതരംഗങ്ങൾക്ക് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഘടനയെ തന്നെ മാറ്റാൻ കഴിയും. ഇതിനെ
ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുക. ഇത് വെറുതെ പറയുന്നതല്ല. MRI പോലെയുള്ള സ്കാനുകൾ വഴി കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭയങ്കരമായി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് തലച്ചോറും മന്ത്രം ജപിക്കുന്ന സമയത്ത് തലച്ചോറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്ട്രെസ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ പെട്ടെന്ന് കുറയുകയും നമുക്ക് സന്തോഷം തരുന്ന ഡോപ്പമിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭയങ്കര അലങ്കോലമായൊരവസ്ഥയിൽ നിന്നും വളരെ ശാന്തമായൊരവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറുകയാണ്. സത്യത്തിൽ ഈ മന്ത്രജപം തലച്ചോറിനുള്ള ഒരു കിടിലൻ വർക്കൗട്ടാണ്. നമ്മുടെ പേടിയും ഉത്കണ്ഠയും ഒക്കെ നിയന്ത്രിക്കുന്ന അമിഗ്ഡലാൻ ഒരു ഭാഗമുണ്ട്. അതിനെ ഇത് വേഗം കൂളാക്കും. ഒപ്പം നമ്മുടെ ലോജിക്കും ഏകാഗ്രതയും ഒക്കെ തീരുമാനിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ നന്നായി ആക്റ്റീവാക്കുകയും ചെയ്യും. ബ്രീത്തിങ് കൃത്യമാകുന്നതുകൊണ്ട് ശരീരത്തിൽ ഓക്സിജന്റെ അളവും കൂടും. ആന്തരിക സമാധാനത്തിന് മന്ത്രജപം. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: എങ്ങനെയാണിത് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക? ഈ പറഞ്ഞ സയൻസും ആ ഒരു ഈശ്വര ചൈതന്യവും നമ്മുടെ തിരക്കുപിടിച്ച ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ദിവസവും വെറുമൊരു 10 മിനിറ്റ്, അതെ, ഫോണൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായ ഏകാഗ്രതയോടെ 10 മിനിറ്റ് ഈ മന്ത്രം ജപിച്ചാൽ മതി. ആ കിട്ടുന്ന ശാന്തതയും സമാധാനവും ഉണ്ടല്ലോ, അതടുത്ത 48 മണിക്കൂർ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ക്ലിനിക്കൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതൊരു പതിവാക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്നോ? ഉറക്കക്കുറവ്, എന്തിനോടും ദേഷ്യം, ഫോക്കസ് കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ മാറി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആർക്കും തകർക്കാൻ കഴിയാത്ത വലിയൊരു സമാധാനത്തിന്റെ കോട്ട നിങ്ങൾ പണിയുകയാണ്. ഈ മോഡേൺ ലൈഫിലെ സ്ട്രെസ്സുകൾക്കൊക്കെ ഇതിലും വലിയൊരു മരുന്ന് വേറെ ഉണ്ടോന്ന് സംശയമാണ്. അപ്പോൾ ആ ഒരു ഈശ്വരീയമായ സമാധാനത്തെയും സംരക്ഷണത്തെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്നാലോചിച്ചു നോക്കൂ. എല്ലാ ദിവസവും ഈ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ പ്രതിസന്ധികളെ നേരിടുന്ന രീതി തന്നെ അങ്ങ് മാറില്ലേ? അവസാനമായി ഇതുകൂടി മനസ്സിൽ വെക്കുക: മന്ത്രം നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെയാണ്. അത് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും എത്ര വലിയ സങ്കടത്തിലാണെങ്കിലും പ്രപഞ്ചമാതാവിന്റെ ആ വലിയൊരു സാന്ത്വനം, അത് വെറുമൊരു ശ്വാസത്തിനപ്പുറം, ഈയൊരു മന്ത്രത്തിനപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയൊരറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി.